ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, ഇന്ന് നമ്മുടെ സ്പെഷ്യലെന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു ഗ്ലാസ് അരി, നമ്മൾ സാധാരണ നമ്മൾ ചോറൊക്കെ എടുക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആവട്ടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും സോസേജ് ഞാൻ ചിക്കൻ സോസേജ് ഇതൊരു 250 ഗ്രാം സോസേജ് ഞാൻ ചിക്കൻ സോസേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് നല്ലൊരു ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ റൈസിനകത്ത് ഇത് വിട്ട് മാത്രമാണ് നമ്മൾ അടിപൊളിയായിട്ടൊരു റൈസ് ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ അരി ഒരു അരമണിക്കൂർ ഞാനൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിടട്ടെ. ഉപ്പും കുരുമുളക് പൊടി എല്ലാം കൂടെ തിരുമ്മി നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം നമ്മുടെ റൈസിനകത്ത് ചേർക്കാൻ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള നമ്മുടെ റൈസ് നമ്മൾ തീയെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വെന്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതാണ്. അതൊന്നും ഞാൻ കാണിച്ചില്ല. എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഉണ്ടാക്കി എടുക്കുന്നത്. നമുക്കിതൊരു 3/4 വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റി മാറ്റി വെക്കാവേ. എന്നിട്ട് വേണം നമ്മുടെ സോസേജ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ റൈസ് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ നമുക്കിനിയിപ്പോൾ അത് ഊറ്റി വെള്ളം പാലാനായിട്ട് വെക്കാം. നമുക്ക് നമ്മുടെ സോസേജ് ഫ്രൈഡ് റൈസിനുള്ള സോസേജ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത് നമ്മൾ വെളിച്ചെണ്ണയല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാനിത് നമ്മുടെ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലിനകത്താണ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ നമ്മുടെ ആ ഫ്രൈഡ് റൈസിനൊരു ചുവയുണ്ടാകും, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സോസേജ് നമ്മളിത് ഞാൻ മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി ഉപ്പും എല്ലാം കൂടെ പുരട്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാതെ. നമ്മുടെ സോസേജ് അങ്ങനെ ഒത്തിരി വേവില്ല, നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി എണ്ണയ്ക്കകത്ത്. ഇത്തിരി അങ്ങ് കരി കരാന്നുള്ള ഫ്രൈ വേണ്ടതാണ്. നമുക്കൊന്ന് വെന്ത് നല്ലതായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ സോസേജ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോസേജ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിനിയിപ്പം ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാം. ഞാൻ റൈസിനകത്ത് വെജിറ്റബിൾസ് ഒന്നും ഞാൻ വേറെ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഇത് മാത്രമേ ചേർക്കുള്ളൂ. നമ്മുടെ സോസേജും ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ പച്ചക്കറികൾ ക്യാരറ്റോ ബീൻസോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ എൻ്റെ രീതിക്കനുസരിച്ചാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അവനവന് ഉള്ളപ്പം ഇനിയിപ്പോൾ നെയ്യ് വേണ്ടാത്തവർക്ക് നെയ്യ് ഉപയോഗിക്കണ്ട. നമുക്ക് ഓയിൽ വേണേൽ ഉപയോഗിക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ പെട്ടെന്ന് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാവുന്ന രീതിക്കുള്ള ഒരു റൈസാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒത്തിരി എന്താ പറയുക, വലിയ ആർഭാടമായിട്ടുള്ളതൊന്നും അല്ല. നമ്മുടെ ഫ്രൈഡ് റൈസ് പെട്ടെന്ന് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിക്ക് നമ്മുടെ വീട്ടിലുള്ള ഇത് വെച്ച് നമുക്ക് ഈ സോസേജൊക്കെ വീട്ടിലിരിക്കുവാണെങ്കിൽ വെറുതെ അത് കളയാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ളൊരു റൈസാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ സവോളയൊന്നും ഇതിനകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കാവേ. നമ്മുടെ ഇതുണ്ട് സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇത്രയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേ. ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി കേട്ടോ. ഇല്ല ഇടുവൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് 2 മുട്ട നമുക്കിതിനകത്തേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ റൈസ് ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കുരുമുളക് പൊടിയൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട. നമുക്കിത് നമ്മൾ മുട്ടയ്ക്കകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് നമ്മളെന്താ പറയുക, നമ്മൾ ചിക്കി പൊരിച്ചെടുക്കുക എന്നൊക്കെ പറയുമല്ലോ. നല്ലപോലെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ച് നല്ലപോലെ ഒന്ന് നമ്മളിങ്ങനെ
സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിനകത്തൊക്കെ ചേർക്കാനായിട്ട് നമ്മളിങ്ങനെ എടുക്കുകയല്ലേ, അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് ഒന്ന് എടുക്കാതെ ഇത് അങ്ങനെ നമ്മൾ നല്ലപോലെ അതെല്ലാം പറ്റിച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാതെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് തണുപ്പിച്ച ചോറാണ് അതിട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിന് എപ്പോഴും നമ്മൾ തലേദിവസമൊക്കെ വേവിച്ച് വെച്ച് നമുക്ക് അത്രയും ടേസ്റ്റ് ആട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് രാവിലെ എടുത്തിടണം. അപ്പോൾ നമുക്ക് നല്ലപോലെ തോർന്നും കിട്ടും, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുവേ. ഞാനിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ആകെ 1 ഗ്ലാസ് അരിക്കുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ റൈസിനകത്തേക്ക് ഇട്ട് ഈ മുട്ടയും ഇതെല്ലാം കൂടെ ഇട്ട് ആ നെയ്ക്കകത്തേക്ക് നമ്മളൊന്ന് ഇളക്കി നമ്മളൊന്ന് ഉളുമ്പ് ചുവയ്ക്കുമെന്നൊന്നും പേടിക്കുമൊന്നും വേണ്ട. ഇതിനകത്ത് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും വരികയില്ല, നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നെയ്യുടെയൊക്കെ പ്രത്യേക ടേസ്റ്റ് നിൽക്കുകയാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതാണ് 1 സ്പൂണ് സോയാ സോസ്. അതുകൊണ്ട് ഒത്തിരി നമ്മൾ ചോറിനകത്ത് നമ്മൾ റൈസിനകത്ത് ഒത്തിരി നമ്മൾ ഉപ്പിടണ്ട. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോയാ സോസിനൊരു ഉപ്പുണ്ടല്ലോ, ഓൾറെഡി അതിനൊരു ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഒത്തിരി ഉപ്പ് നമുക്ക് റൈസിനകത്ത് ഇടണ്ട. ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇച്ചിരി മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇച്ചിരി ഉള്ളൂ. ഇതൊക്കെ ഒരു സിമ്പിൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ ഒരു ഫ്രൈഡ് റൈസ് ആട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോസേജ്, നമ്മൾ വറുത്ത് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസേജ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസേജ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുണ്ടോ, ഈ സോസേജ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കളറ് നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ കളർ ഉണ്ട്. നമ്മൾ മുളക് തിരുമിയാണ് നമ്മൾ ഈ സോസേജ് വറുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളർ പോകത്തെ പിടിക്കലത്തെ നല്ല വൈറ്റായിട്ടൊന്നും നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് ഇരിക്കുകയല്ലോ കേട്ടോ. ഇച്ചിരി ഒരു കളർ വ്യത്യാസത്തിലേക്ക് ഫ്രൈഡ് റൈസ് ഇരിക്കുകയുള്ളൂ. നമ്മുടെ സോസേജ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിനകത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ മുട്ടയ്ക്കകത്ത് ചേർത്തുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കണ്ട. ഇതേ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സോസേജ് വിട്ട് ഇളക്കി. ഇതേ നമ്മുടെ സോസേജ്, മുട്ട എല്ലാം ഉണ്ട്. നമ്മുടെ പട്ട, ഗ്രാമ്പൂ അതെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മാത്രം ഓപ്ഷനാണ്, അതൊക്കെ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതേ അപ്പോൾ നമ്മുടെ സൂപ്പർ, ഇത് വലിയ കമ്പും കോലും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ പട്ടയും ഗ്രാമ്പൂ കിടപ്പുണ്ട്. അത് കിടന്നോട്ടെ, സാരമൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ സോസേജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോസേജൊക്കെ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ വരുമ്പോഴായിരുന്നു നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടങ്ങളിലെല്ലാം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ സോസേജൊക്കെ ഒന്ന് മേടിച്ചിട്ട് ഒന്നുണ്ടാക്കി തോന്നും. എനിക്ക് തോന്നുന്നു നമ്മൾ വിദേശത്തു നിന്നൊക്കെ കിട്ടുന്ന ഇച്ചിരി ഒരു വലിപ്പമുള്ള സോസേജാണ്, ഇച്ചിരി ഒരു ടേസ്റ്റ് ഇതുണ്ട്. ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമുക്കിപ്പോൾ ഈ സോസേജ് മേടിക്കാനായിട്ട് പുറത്ത് വിദേശത്തേക്ക് പോകാൻ പറ്റും. ഇനി അവിടെ നിന്നാലും വരുന്നവരൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുഴപ്പമില്ല. അത് അങ്ങനെ നമ്മുടെ ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇന്ന് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടോ, ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുരുമുളക് പൊടി വേണ്ടിയവർക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിപ്പോൾ സെപ്പറേറ്റ് പ്രത്യേകിച്ച് ഒന്നും ഇതിന് ചേർക്കാനില്ല. അതുകൊണ്ട് നമ്മൾ 1 ഗ്ലാസ് അരി എടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു 3-4 പേർക്ക് കഴിക്കണം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് താനും ഈ സാധനം. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെ അടിപൊളി ഇത് റൈസ് സോസേജ് ഇതുണ്ട്, നല്ല സൂപ്പർ സോസേജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് വിളമ്പി വെക്കാം. ഇത്രയേ ഉള്ളൂ, പണി തീർന്നു നമ്മുടെ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി സോസേജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും വെറൈറ്റി വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.